ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണുവും ശാലിനിയും ഹോസ്പിറ്റലിൽ നിന്ന് നൂറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സുബൈർക്കയെ പറ്റി സംസാരിക്കുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അപകടം മനഃപൂർവ്വം സംഭവിച്ചതല്ല, ആരോ ഉപദ്രവിച്ചത് തന്നെയാണ്. ആരെയാണ് സംശയമെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് വിഷ്ണുവിനോട്. വിഷ്ണു പറയുന്നുണ്ട്, മറ്റാര് സംശയിക്കാനാ, അവൻ തന്നെ, ആ നസീർ. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് നൂറിന് എന്തെങ്കിലും ഉപദ്രവിച്ച് കാണും. അപ്പോൾ പാവം കയറി വന്നതായിരിക്കാം, അങ്ങനെ സംഭവിച്ചതാവും, അല്ലാതെ മറ്റൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സുബൈർക്ക കണ്ണ് തുറന്നിരിക്കുന്നു. നൂറ് അരികിൽ തന്നെയുണ്ട്. അവിടേക്ക് വിഷ്ണുവും ശാലിനിയും എത്തി. അവർ സംസാരിക്കുന്നു. വിഷ്ണു ആണെങ്കിൽ സുബൈർക്കയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാലിനി പറയുന്നു, എന്തായാലും കംപ്ലൈന്റ് കൊടുക്കുക തന്നെ ചെയ്യണം. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിച്ചാൽ വീണ്ടും അവർക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു ത്വരണ കൂടത്തല്ലേ ഉള്ളൂ. വാപ്പച്ചി എന്താ ചെയ്യേണ്ടത്? വാപ്പച്ചി പറയുന്നത് പോലെ ചെയ്യാം. കംപ്ലൈന്റ് കൊടുക്കണോ എന്ന് നൂറ് വാപ്പച്ചിയോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. കണ്ടില്ലേ, വാപ്പച്ചി സമ്മതിക്കില്ലെന്ന് നൂറ്. നമ്മളായിട്ടൊന്നും ചെയ്യുന്നത് വാപ്പച്ചിക്ക് ഇഷ്ടമല്ല, വാപ്പച്ചിക്ക് ഇതുപോലത്തെ അനുഭവങ്ങളായിരിക്കും കിട്ടുന്നത് എന്ന് നൂറ് പറയുമ്പോൾ വിഷ്ണു അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. സങ്കടത്തോടെ അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് അത് കണ്ട് സഹിക്കാനാകാതെയാണ് വിഷ്ണു പോയത്. ശാലിനി നൂറിനോട് പറയുന്നു, നൂർജഹാൻ, എന്ത് കാര്യമുണ്ടെങ്കിലും വിളിക്കണം, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. വീണ്ടും നൂറ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നു, അവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ആ നസീർ. അവനുള്ളത് പോലീസ് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് വിഷ്ണു പറയുന്നു. ശാലിനിയും എതിർത്തൊന്നും പറയുന്നില്ല. ശേഷം രോഹിത്തിനെ കാണിക്കുന്നു. രോഹിത്തും സുസ്മിതയും പിന്നെ ഉപേന്ദ്രനും സംസാരിച്ചിരിക്കുകയാണ്. ശാലിനിയുടെ ഇപ്പോഴത്തെ പോക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഴിച്ചുവിട്ട പട്ടം പോലെ അവള് നമ്മുടെ തലയ്ക്ക് മീതെ പാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാതെ തലയും കൊണ്ട് പോകുമെന്ന് അറിയില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഉപേന്ദ്രൻ പറയുന്നുണ്ട്, നായയാണെങ്കിലും മനുഷ്യനാണെങ്കിലും മറ്റുള്ളവർക്ക് ഭീഷണിയായിട്ടാ വരുന്നത് എങ്കിൽ ഒന്നുകിൽ വെടിവെച്ച് കൊല്ലണം, ഇല്ലെങ്കിൽ തളർന്ന് എവിടെയെങ്കിലും കിടക്കുന്നത് വരെ നമ്മൾ പതുങ്ങി മാറിയൊന്ന് നിൽക്കണം. ശാലിനി പേടിച്ച് ഒളിച്ചിരിക്കാനുള്ള പരിപാടിയാണോ? അതിന് എന്നെ കിട്ടില്ലെന്ന് രോഹിത്ത്. ഒളിച്ചിരിക്കണമെന്ന് ആര് പറഞ്ഞു? പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടാണോ? ഇരയെ തന്ത്രപൂർവ്വം വീഴ്ത്താനല്ലേ? ഏത് രീതിയിലാണെങ്കിലും ശത്രുവിന്റെ പത്തി താഴണം, അത് നമുക്ക് വിചാരമുള്ളൂ. ഇനി എന്തായാലും ശാലിനിയുടെ ഒരു നോട്ടം ആ വീട്ടിലുണ്ടാവും. നമ്മൾ എന്ത് നടത്തിയാലും അത് ഇല്ലീഗലാണെന്ന് വരുത്തി തീർത്ത് നമ്മളെ അവൾ തളർത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. നേരത്തെ ശാലിനിയാണ് രോഹിത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് സുസ്മിത. എങ്കിൽ നമുക്ക് ആ സ്ഥാനം അങ്ങ് മാറാം. ഒന്നും ചെയ്യാതെ ആ വീട് അവിടെ ഇട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അത് വിറ്റ് കളയാം. ഇത് കേട്ട് ഞെട്ടലോടെ രോഹിത്ത് ചോദിക്കുന്നു, വിൽക്കാനോ എന്ന്. രോഹിത്ത് ഇത് കേട്ട് ഉപേന്ദ്രൻ പറയുന്നു, ഒരു ഉപയോഗവും ഇല്ലാത്ത പ്രോപ്പർട്ടി നഷ്ടവും സഹിച്ച് എന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വിറ്റാൻ കിട്ടുന്ന കോടികളും വാങ്ങിച്ച് മനസ്സമാധാനത്തോടെ രാമനാമവും ജപിച്ച് അങ്ങിരിക്കാം. മലേഷ്യയിൽ ഇപ്പോൾ ഉള്ള ബിസിനസ് ഒന്ന് വിപുലമാക്കുകയും ചെയ്യാം. ഇത് കേട്ട് രോഹിത്ത് ചോദിക്കുന്നു, ഇത് വിറ്റാൽ ഞാൻ എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരം നിന്നോടാണ് ചോദിക്കേണ്ടത്. കാരണം നിന്റെ നിലനിൽപ്പ് നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. ഇത് കേട്ട് രോഹിത്ത് പറയുന്നു, ഇത്രയും നാള് നിങ്ങൾ പറയുന്നതും കേട്ട് അനുസരണയോടെ നിന്നതിന്റെ കൂലിയാണല്ലേ നിങ്ങൾ എനിക്ക് തരുന്നത്? അല്ലെങ്കിലും എനിക്കിത് വേണം. വേണ്ടപ്പെട്ടവരെ വെറുപ്പിച്ച് ഒപ്പത്തിനൊപ്പം നിന്ന് എല്ലാവരെയും ദ്രോഹിച്ചതിന് ഒരു തിരിച്ചടി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അത് ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിഷ്ണുവും ശ്യാമയും വിചാരിച്ചതൊക്കെ പറഞ്ഞതും ശരിയാണ്. എന്നെ നിങ്ങൾ ശരിക്കും ഒരു ടൂളായിട്ട് ഉപയോഗിക്കായിരുന്നു അല്ലേ? സുസ്മിത പറയുന്നു, പിന്നെ നീ എന്ത് കരുതി? കൊട്ടാരവും കെട്ടിത്തന്ന് നിന്നെ അവിടുത്തെ കൊച്ചു തമ്പുരാനാക്കി ആജീവനാന്തം വാഴിക്കാന്നോ? ഞങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ആയുധം വേണമായിരുന്നു, അത് തന്നെയായിരുന്നു നീ. കൊച്ചു ആഗ്രഹങ്ങൾ നീ നിറവേറിയില്ലേ? ഇനിയിപ്പോ ഇത് നീ സ്വപ്നം കാണണ്ട, ഇത് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചതാണ് എന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ രോഹിത്ത് പറയുന്നു, ഇതിപ്പോ കുപ്പിന്ന് വന്ന ഭൂതത്തിനെ പോലെ ആയല്ലോ. ഒരു സുപ്രഭാതത്തിലെല്ലാം വാരിക്കോരി തന്നു, മറ്റൊരു സുപ്രഭാതത്തിലെല്ലാം തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേട്ട് ഉപേന്ദ്രൻ പറയുന്നുണ്ട്, മനസ്സിലായില്ല. ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല. ആ വീടും സ്ഥലവും വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. മറ്റൊരാളുടെ താല്പര്യം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞുറപ്പിച്ചിരുന്നത് എന്ന് സുസ്മിത പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുറപ്പിച്ച പലതും നമ്മൾ ബോധപൂർവം മറന്നിട്ടില്ലേ? അങ്ങനെ ഇത് മറന്നേച്ചാൽ മതി. അവിടെ എന്ത് ചെയ്യാനും ഞാൻ കൂടെ ഉണ്ടാവും, വിൽക്കുന്നതൊഴിച്ച്. ഇനി ഈ കാര്യത്തിൽ ഒരു ചർച്ചയില്ലെന്ന് പറഞ്ഞ് രോഹിത്ത് അവിടെ നിന്ന് പോയി, അതും ദേഷ്യത്തോടെ. സുസ്മിത ഉപേന്ദ്രനോട് പറയുന്നുണ്ട്, ഇടംതിരിവാണല്ലോ അവൻ കാണിക്കുന്നത് എന്ന്. ഉപേന്ദ്രൻ പറയുന്നു, സംശയം വേണ്ട, പാമ്പ് തിരിഞ്ഞു കൊത്തി. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്ത പാല് തിരിച്ചെടുക്കണം. അതെങ്ങനെ വേണമെന്ന് ഇനിയുള്ള ഇവന്റെ പോക്ക് നോക്കിയിട്ട് പറയാം
എന്നെ ചതിച്ചാൽ പിന്നെ ഇവന്റെ 16 ഉണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ശേഷം കാണിക്കുന്നത് നസീറിന്റെ വീട്ടിലേക്ക് വിഷ്ണുവും കമലനും എത്തിയിരിക്കുന്നു. ഇത് അവന്റെ വണ്ടിയല്ല എന്ന് പറയുന്നു. അവൻ ഇതിനകത്തുണ്ട്, വാ നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോയി. ഈ സമയം നസീറും കൂട്ടാളിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ നീക്കവും സൂക്ഷിച്ചു വേണം, ഒന്നും പതറാൻ പാടില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോഴേക്കും വിഷ്ണു അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. കൊള്ളാം, താവളത്തിന് പറ്റിയ സ്ഥലമെന്ന് വിഷ്ണു പറയുന്നു. നീ എന്താ ഇവിടെ എന്നെ നസീർ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തോ കേട്ടില്ല എന്ന് നസീർ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വിഷ്ണു വീണ്ടും പറയുന്നു. നീ പറഞ്ഞോടാ. എടാ, ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വാ എന്ന് പറഞ്ഞ് നസീർ പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു നസീറിനെ തടഞ്ഞു, തള്ളി മാറ്റി. മറ്റൊരുത്തൻ വിഷ്ണുവിനെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണു അയാളെ അടിച്ചൊരുക്കി. അതുപോലെ കമലനും അടിക്കുന്നുണ്ട്. രണ്ടുപേരും ചേർന്ന് ആ 3 പേരും അടിച്ചൊതുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. വേണ്ട, ഞാനൊന്ന് ഫോൺ ചെയ്താൽ 3 സ്റ്റാൻഡിലെയും ഓട്ടോക്കാർ ഓട്ടോ എടുക്കാൻ എടുത്ത് ഇങ്ങോട്ട് വരും. എങ്ങനെ നോക്കിയാലും സാധാരണക്കാരായ ഓട്ടോക്കാരുടെ അടിയുടെ ചൂട് നിങ്ങളുടെ കയ്യിലെ പടപടാ ഉള്ള തഴമ്പിനുണ്ടാവത്തില്ല. നിന്നോടൊക്കെ പറയാണ്, മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ ഈ സാറിനോട് 2 വാക്ക് സംസാരിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഓട്ടോക്കാരുടെ ഐക്യം കാണണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് കാണാം. എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. മാറി നിൽക്കണം അങ്ങോട്ട് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അങ്ങനെ അവർ മാറുന്നു. കമല, നീ അനുസരണയുള്ള കൂട്ടുകാർക്കൊരു കമ്പനി കൊടുക്കാൻ കമലൻ പറയുന്നു. ഞാൻ ഈ സാറിനോട് 2 വാക്ക് സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഡാ, നിന്റെ ആവശ്യം എന്താ എന്ന് നസീർ വിഷ്ണുവിനോട് ചോദിച്ചു. ആവശ്യം എന്താണെന്ന് നിനക്കും എനിക്കും അറിയാം. ഇപ്പോൾ എനിക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങൾക്ക് പിന്നിൽ നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിപ്പോൾ നീ സംഭവിച്ചില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. നസീർ കൂട്ടാളികളോട് പറയുന്നുണ്ട്. കേട്ടോടാ മക്കളെ, ഈ ഓട്ടോ ചേട്ടൻ വന്നത് ഭീഷണിയും കൊണ്ടാണ്. നമ്മൾ അരിയാഹാരമാണ് കഴിക്കുന്നത് എന്ന്. എനിക്ക് ഒരു കാര്യമേ അറിയേണ്ടതുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ബുദ്ധിപരമായി അടിച്ചുമാറ്റിയ 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ എന്ന് നസീർ ചോദിക്കുന്നു. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്ത് ചെയ്യുമടാ, പറയടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തള്ളുന്നുണ്ട്. ആദ്യമൊന്നും വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. വിഷ്ണു ഒട്ടും പിറകിലല്ല അടിക്ക്. അതുകൊണ്ട് തന്നെ നസീറിനെ അടിച്ചൊതുക്കുകയാണ് വിഷ്ണു, കമലൻ മറ്റുള്ളവരെയും. അങ്ങനെ 3 പേരെയും ഓട്ടോയിലേക്ക് കയറ്റിയിരിക്കുകയാണ് അവർ 2 പേരും കൂടി. എന്നിട്ട് ഓട്ടോയുമായി വിഷ്ണു പോകുന്നു. തുടർന്ന് രാഘവന് മരുന്ന് കൊണ്ട് കൊടുക്കുകയാണ് സത്യഭാമ. രാഘവനെ വിളിച്ചുണർത്തിയിട്ട് മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുകയാണ് സത്യഭാമ. എന്നാൽ ഉണർന്ന പാടെ തൻ്റെ വീടാണ് ഓർമ്മയിൽ വരുന്നത്. ഞാനിത് എവിടെയാണെന്ന് ചോദിക്കുന്നു. അത് ശരി, ഇപ്പോൾ ഇതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ വീട്, മരുന്ന് കഴിക്കുകയെന്ന് ഭാമ പറയുന്നു. അല്ല, ഇതെൻ്റെ വീടല്ല, ഇതെൻ്റെ വീടേ അല്ല, എനിക്കെൻ്റെ വീട്ടിൽ പോകണമെന്ന് രാഘവൻ. രാഘവേട്ട എന്തൊക്കെയായി പറയുന്നത് എന്ന് ഭാമ. രാഘവേട്ട, നമ്മുടെ വീട് വിറ്റുപോയില്ലേ, ജപ്തിയായില്ലേ? നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇതൊക്കെ രാഘവേട്ടൻ മറന്നുപോയോ? രാഘവേട്ട, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രാഘവേട്ട, നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, സ്ഥലമില്ല. ഞാൻ പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മകൻ ഓട്ടോ ഓടിച്ചിട്ടാണ് കഴിയുന്നത്. പിന്നെ എങ്ങനെയാ പഴയ വീട്ടിലേക്ക് പോകുന്നത്? അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് ഭാമ പറയുന്നു. നീ കള്ളം പറയാണ്, എനിക്കെൻ്റെ വീട്ടിൽ പോകണം എന്ന് രാഘവൻ. ഒരു മാനസിക നില തെറ്റിയ ആളെ പോലെ തന്നെയാണ് ഇപ്പോൾ രാഘവൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത് സുസ്മിതയും ചന്ദ്രബോസും ഒക്കെയാണ്. നമ്മളെ ആ വീട്ടിലേക്ക് കയറ്റില്ല രാഘവേട്ട എന്ന് ഭാമ. അതൊന്നും പറ്റത്തില്ല, എനിക്കവിടെ പോകണം, പോവാതെ പറ്റത്തില്ല. ആ കണ്ണപ്പനെ നിർത്തിയിട്ട് അവിടേക്ക് വൃത്തിയാക്കണമെന്ന് രാഘവൻ. എന്തായാലും ഈ ഗുളിക കഴിക്കേ, എന്നിട്ട് നമുക്ക് പോവാമെന്ന് ഭാമ പറയുന്നു. അങ്ങനെ നിർബന്ധിച്ച് രാഘവനെ ആ മരുന്ന് കൊടുക്കുകയാണ് ഭാമ. തുടർന്ന് ചന്ദ്രബോസ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടേക്ക് വിഷ്ണുവിന്റെ ഓട്ടോശ്രീ വന്നിരിക്കുകയാണ്. ഓട്ടോശ്രീ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചന്ദ്രബോസ് വിചാരിക്കുന്നു. ആ സമയത്ത് വിഷ്ണു ഓട്ടോയിൽ നിന്നും ഇറങ്ങി. ഓ, ഇവനായിരുന്നോ? വെറുതെയല്ല ഓട്ടോശ്രീ എന്നിട്ടത് എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നു. കുടുംബശ്രീ, ഓട്ടോശ്രീ, എന്തോന്നിത്? നീ എന്താടാ ഓട്ടോടി താഴോട്ട് ഇറങ്ങുവാണോ? ഞാൻ കരുതി നീ ലോറി കഴിഞ്ഞാൽ കണ്ടെയ്നറിന്റെ വളയത്തിൽ കയറി പിടിക്കുമെന്നാ. ഇതെന്താ താഴോട്ട് ചാടിയത്? നീ എന്താടാ ഓട്ടോ സ്റ്റേഷനിൽ കണി കാണിക്കാൻ കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുന്നു. ഇത് വിഷുക്കണിയല്ല, എൻ്റെ കെണിയിൽ വന്ന് പെട്ട കണിയാണ്. ചന്ദ്രബോസ് സാറിനെ മുന്നിൽ കാഴ്ചവെക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. കമലനോട് അവരെ എടുക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും അടയ്ക്ക് വരുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.